പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിതിൽ ഏതൊക്കെ പച്ചക്കറി ഇടണോ അതെല്ലാം ഇടാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, സവാളയുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 3 ഗ്രാമ്പൂ അതുപോലെ തന്നെ 3 ഏലക്കയും ചേർത്തു. ഇതിലെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുളപ്പിച്ച പട്ടാണി. ഇത് ഏകദേശം ഒരു ബൗൾ പട്ടാണി ഉണ്ട്, അതങ്ങനെ തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിന് മുകളിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതായത് ചെറിയ സ്പൂണിന് 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ഇട്ടേക്കുന്നത്. ഇനി ഒരു മസാലയും കൂടിയാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുക. അത് ഗരം മസാലയാണ്, അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ 3 മസാലയുടെ ആവശ്യം മാത്രമേ ഇതിനുള്ളൂ. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഗൂഡല്ലൂർ മല്ലിയിലയാണ് ചേർക്കുന്നത്. നമ്മുടെ സാധാ മല്ലിയില ചേർത്താലും കുഴപ്പമില്ല, ഇനി മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ആ മസാല എല്ലാം ആ പച്ചക്കറിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് അതങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം, അതായത് 400 മില്ലി വെള്ളമാണ്. അതായത് ഈ പച്ചക്കറിയുടെ നെകൊക്കെ വേണം വെള്ളം നിൽക്കാനായിട്ട്. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് സ്റ്റൗവിൽ ഫുൾ ഫ്ലെയിമിൽ 3 വിസിലാണ് അടുപ്പിക്കുക. ഈ 3 വിസിൽ അടിച്ചതിന് ശേഷം കറി ഇതുപോലെ ഇരിക്കും. അപ്പോൾ ആ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. അതിനുവേണ്ടി 3 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ അരമുറി തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചത്, നല്ല സോഫ്റ്റായിട്ട് അരയ്ക്കണം. അതിനുശേഷം അത് കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഇതിന് കടു വറക്കുന്നത് നെയ്യിൽ വേണമെങ്കിൽ വറക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറക്കാം, ഓരോരുത്തരുടെ സൗകര്യം പോലെ. അപ്പം ഞാൻ വെളുത്തുള്ളിയാണ് ആദ്യം ഇടുക. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ആ 3 അല്ലി വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ കറിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കറി ഒഴിച്ച് ഇളക്കി നമ്മൾ മെയിൻ കുക്കറിനകത്തേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കും. ഇത്ര എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഈ കറിയുടെ മുകളിൽ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള, വളരെ സ്വാദിഷ്ടമായ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഇൻസ്റ്റൻറ്റ് സ്റ്റൂ എന്ന് തന്നെ നമുക്ക് പറയാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണും. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയ ഉടനെ യൂസ് ചെയ്യാണ്ട് ഒരു 5 മിനിറ്റ് കുക്കറിൽ പ്രഷറിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.